السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أهل بيته وسلم. ബഹുമാനപ്പെട്ട വാണിയന്നൂർ റേഞ്ച് മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങളെ, അതുപോലെ തന്നെ ദേശീയ റേഞ്ചിൻ്റെ ഉസ്താദുമാരെ, മദ്രസയുടെ മാനേജിംഗ് കമ്മിറ്റി ഭാരവാഹികളെ, അൽഹംദുലില്ലാ നല്ലൊരു അനുസ്മരണ സദസ്സാണ് ഇവിടെ ഒരുമിച്ച് കൂടി. നേരത്തെ അസ്ലം ഹാജി പറഞ്ഞതുപോലെ എല്ലാവരും പ്രമുഖന്മാരായ ആളുകളാണ് സാറും സ്റ്റേജിലുമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ ആളുകളെ കൂടെ ഒരുമിച്ചാണുള്ള തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളുടെ അനുസ്മരണം ഏകദേശം ഇപ്പോൾ അടുത്ത ആയിട്ടുള്ളൂ ഇങ്ങനെ വ്യാപകമായിട്ട് നീങ്ങിയിട്ട്. ഇതിൻ്റെ മുമ്പ് കുറഞ്ഞ രീതിയിൽ മാത്രമേ ഉണ്ടായുള്ളൂ. ഓരോ കാലഘട്ടത്തിലും ഇങ്ങനെ മാറി വരും. നാം നമുക്ക് നന്മ ചെയ്ത് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ ആളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൽബിലേക്ക് ഓർപ്പെടുത്തും. ആ ഓർമ്മത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അവരൊക്കെ നമുക്ക് ഈ സമുദായത്തെ ഉന്നമനത്തിന് വേണ്ടി ആഹോരാ പരിശ്രമിച്ച ആളുകളാണ്. അവ സ്മരിക്കേണ്ട സമയങ്ങൾ വരുമ്പോൾ ഇതിങ്ങനെ ഒരു ഉദ്ദീപനം. ഓരോ ആളെയും ചരിത്രന്മാരായ ആളുകൾ മനസ്സിലാക്കി ആ രീതിയിൽ ജീവിക്കേണ്ടിയാണ് മുൻകൈ ആളുകളെ നമ്മൾ പ്രത്യേകമായി ഓർമ്മിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലും ഒരുപാട് കഥകളും അതുപോലെ തന്നെ സന്ദർഭങ്ങളും ഒരുപാട് ഇത്ര യാഥാർത്ഥ്യങ്ങളെ ബോധ്യപ്പെടുത്തി ജീവിതത്തിനും അതൊരു മാറ്റണം എന്ന രീതിയിലാകും. മുൻകാളുകളുടെ ജീവിത ആ ശീലിക്കാനും ജനന്മാർ ഒരു സ്വരം നിലതുണ്ട്. എല്ലാവരും ഇല്ലെങ്കിലും മിക്ക ആളുകളും സ്വാർത്ഥത താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അധികം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ സമയം അതുപോലെ തന്നെ അവർക്ക് ഒഴിവുള്ള സാഹചര്യങ്ങൾ മാത്രമേ പരിപാടിയിൽ പങ്കെടുക്കുകയോ കേൾക്കുകയൊക്കെ ചെയ്യുള്ളൂ. എന്നാൽ മുൻകഴിഞ്ഞ ആളുകൾ ബാഫഗീതങ്ങളും അതുപോലെ തന്നെ പാണക്കാട് ആ കുടുംബങ്ങളൊക്കെ പൂക്കോയത്തങ്ങളൊക്കെ ഉള്ള കാലത്ത് ജനങ്ങൾക്ക് വേണ്ടി അവർ ഉറക്കൊഴിച്ച് കാത്തിരിക്കുമായിരുന്നു. അപ്പോൾ ബാഫഗീതങ്ങളെ ചരിത്രം രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും എല്ലാവരും ബഹുമാനിച്ചിരുന്ന ഒരു മഹാവ്യക്തി തന്നെയാണ്. അൽഹംദുലില്ലാഹ് ഇപ്രാവശ്യം ഹജ്ജിന് പോയപ്പോൾ 2 തവണ മഹാനവറുകളെ ഖബർ സിയാറത്ത് ചെയ്തു. ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ സാധാരണ പോലെ ഒരു സിയാറത്തല്ല ഞാൻ ചെയ്യും. ഞാൻ അവരായിട്ട് സംസാരിക്കും ചില കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറച്ച് മുമ്പ് ബാഫക്കി തങ്ങളെ ഖബർ എവിടെയെന്ന് അന്വേഷിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ മക്കക്കാരനായ ഒരു അറബി അദ്ദേഹം ഇങ്ങനെ ഓരോ ഖബറുകൾ തന്നെ അലി മാലിക്കിൻ്റെയാണ് ഇതിനാണ്. എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇത് നിങ്ങളെ നാട്ടിലത്തെ പിന്നെ സയ്യിദിൻ്റെ ഖബറാണ്, ബാഫക്കി തങ്ങളതാണ് പറഞ്ഞാൽ 101-ാമത്തെ ആ അടിയിലെ ഭാഗം കാണിച്ചു തന്നു. അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ കുറേ മഹാന്മാരായ ആളുകളെ ഖബറുകൾ ജന്നത്തുൽ മഅലുണ്ട്. അപ്പോൾ അവരെ ഇടയിലൊക്കെ പോയി അഭിമാനത്തോടു കൂടി കിടക്കാൻ ആ നാട്ടുകാർ മറ്റുള്ള രാജ്യമൊക്കെ തിരിച്ചറിയണമെങ്കിൽ അദ്ദേഹം ഒരു മഹാവ്യക്തിൻ്റെ ഉടമ തന്നെയാണെന്ന് നാം മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ചരിത്രപരമായ കാര്യങ്ങളൊക്കെ നമ്മളെ ഉസ്താദ് പറയും. നാം മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിത്വം അവരുടെ ജീവിത ശൈലി എങ്ങനെയായിരുന്നു അതിനെ പിൻപറ്റിക്കൊണ്ട് നമ്മൾ ഒരു മാറ്റം വരുത്തുക എന്നുള്ളതാണ് കൃതി. എനിക്ക് 2 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഉൾക്കൊണ്ടാലും ഞാനത് പറയാണ്. ഈ കൊറോണ കാലത്ത് നമ്മൾ ബാക്കി യത്തീം ഖാനയിലെ ഞങ്ങളെ വിദ്യാർത്ഥികളൊക്കെ കൂടി ഈ ആണ്ട് വരുമ്പോൾ ഈ പരിപാടിയൊക്കെ വെക്കലുണ്ട്. അപ്പോൾ കൊറോണ കാലത്ത് പിന്നെ ഇത് മൊബൈലിലാണല്ലോ അന്ന് പരിപാടികൾ വെക്കുക. അങ്ങനെ മൊബൈൽ പരിപാടി വെച്ചപ്പോൾ എല്ലാവരും കൂടി ആയിപ്പറ്റ് കൂടുതൽ പൂർവ്വ വിദ്യാർത്ഥി ഗൾഫിലും പല ജോലിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രാത്രി ഇവിടുത്തെ ഇന്ത്യൻ സമയം 12 മണിൻ്റെ അതിനൊക്കെ വെക്കാം. എന്നാലും ഏകദേശമൊക്കെ ഒരു ഒഴിവാകുന്നു. ഗൾഫിലെ ആളുകൾക്ക് അറിയാം. അങ്ങനെ പിന്നെ കൊറോണ ആയതുകൊണ്ട് ആരും അങ്ങനെയൊക്കെ ഒന്നും പോകാത്ത ടൈം അങ്ങനെ ഡാറൊക്കെ വെച്ച് 11:30 എണീറ്റു. പിന്നെ നമ്മളെ ആളുകൾ ഞങ്ങളെ നോളിന്ന് അങ്ങനെ
അന്ന് ഇത്ര ഈ പ്രധാനപ്പെട്ടവരുടെ ഒരുപാട് ഫാദറൊക്കെ മൊബൈലിൽ വായിത കിടന്നു ആളുകളെ സംഭരിച്ചു എന്ന് പറഞ്ഞു. നിങ്ങളിപ്പോ കുറെ ദ്വയർന്നില്ലേ, എന്നാ നിങ്ങൾ ആ പാർട്ടിക്കാരനാകാത്തത് എന്ന് ചോദിച്ചു. നിങ്ങളെന്താ പിന്നെ അതിനെങ്ങനെ സഹകരിക്കാത്ത എന്നുള്ള രീതിയിൽ അവരെന്നോട് സംസാരിച്ചു. അപ്പൊ അവരൊക്കെ കെട്ടിപ്പടുത്ത മഹാപ്രസ്ഥാനങ്ങൾ, ന്യൂനതയുള്ള ആളുകളൊക്കെ ഉണ്ടാവുമെങ്കിലും നമ്മളെ അടച്ച് ആക്ഷേപിക്കൽ നമുക്ക് വളരെ കുരുത്തുകേട് കിട്ടുന്ന ഒരു വിഷയം തന്നെയാണെന്ന് ഞാനന്ന് മനസ്സിലാക്കിയിരുന്നു. അതുപോലെ തന്നെ ഫലസ്തീനിലെ കുട്ടികൾക്ക് വേണ്ടി ദ്വാരുന്നപ്പോഴും അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഫലസ്തീനിൽ പിന്നെ യാതന അനീവിനെ കുനൂത്തും എല്ലാ ദ്വയയിലും ഫലസ്തീനിലേക്ക് വേണ്ടിയുള്ള നമ്മൾ എല്ലാ പരിപാടി, നോമ്പ് പരിപാടി വെച്ചാലും എന്ത് ഇതുണ്ടെങ്കിലും ഫലസ്തീൻ്റെ മക്കൾക്ക് വേണ്ടി ദ്വയർക്കും. അങ്ങനെ ആ ഒരു ദ്വയൽ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഒരു ഇരുട്ടത്ത് ഒരു മതിലിൻ്റെ മുകളിൽ ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്, സ്വപ്നപരമായി കാണും. എന്നിട്ട് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഇസ്രായേലിൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി ദ്വയർക്കുകയാണല്ലേ, അതൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞു. ഈ പ്രാവശ്യത്തെ കുനൂത്തോതി ഇപ്പോൾ ഈ യുദ്ധത്തിന് വേണ്ടി അല്ലേ, പള്ളിയിലൊക്കെ ഉണ്ടായില്ലേ കുനൂത്ത് അല്ലേ, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. കുനൂത്തിന് ഓതിയപ്പോൾ ഞാൻ ആ ഉസ്താദിനെ ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പോൾ ആർക്കു വേണ്ടി ഈ കുനൂത്ത് ഓതിയത്? കുനൂത്ത് ഓതണം അടിക്കണതും വിടുന്നതൊക്കെ ആർക്കു വേണ്ടിയാണ്? ലോകത്തെ ഭീകരന്മാരായ അമേരിക്കയും അതുപോലെ ഇസ്രായേലിൻ്റെയും അവർക്ക് ഒത്താശ ചെയ്ത് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത അറബ് നാടിൽ നിന്ന് പിഞ്ചു മക്കളെ മേത്തേക്ക് ബോംബും കാര്യങ്ങളൊക്കെ വർഷിപ്പപ്പോൾ ഒരുപാട് കുട്ടികൾ മരണപ്പെട്ടു പോയി. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? നഴ്സറി ചെറിയ സ്കൂൾക്കാണ് ഫസ്റ്റ് തന്നെ അറബ് രാജ്യങ്ങളിൽ നിന്ന് അവിടെ വിടാനുള്ള സമ്മതം കൊടുത്തത്. എന്നിട്ട് ദ്വയർക്കുക, പഠിച്ചവനെ കാക്കണേ. ആരെ കാക്കണം എന്നുള്ളതാണ് ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു പറഞ്ഞില്ല. അങ്ങനെ ആഹ്വാനം കേട്ടപ്പോൾ കുനൂത്തുതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ അടുത്ത് വരുന്ന പാകപ്പിഴവുകൾ ചിലകളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും ഒക്കെ അലങ്കോലപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. ഇന്ന് പിന്നെ നമ്മൾ കളിയും കാര്യങ്ങളൊക്കെ നടക്കുക ഒക്കെ ആ മനുഷ്യർക്ക് ഓരോ വ്യക്തി സ്വതന്ത്രമുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ മതിമറന്ന് ഇബാദത്തുകളൊക്കെ ഒഴിവാക്കി അതിന്മേൽ തന്നെ കൂടുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആളുകളില്ല. പത്രങ്ങളാണ് ഫസ്റ്റ് പേജിൽ തന്നെ അതിൻ്റെ ചിത്രം കൊടുക്കുമ്പോൾ ആവേശം കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാകുക. മതപരമായ പത്രങ്ങളിലൊക്കെ അങ്ങനെ തന്നെ. അപ്പോൾ ഉപദേശിക്കാനും ചെയ്യരുത് എന്ന് പറയാനും ധൈര്യത്തിൽ എണീറ്റ് നിൽക്കാനുള്ള ആളുകൾ കുറവാണ്. നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ, സുബി ആൾക്കാർ ആരുണ്ട് അല്ലേ? അപ്പം അതുപോലെ ജീവിതത്തിൻ്റെ ചിട്ടകൾ, അഹ്ലു വൽ ജമാഅത്തിൻ്റെ ജീവിത രീതി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുമ്പോൾ അതിന് മുൻഗാമികളായ ഒരുപാട് തെളിവുകളാണ് അവരുടെ ജീവിതം. എത്ര പ്രസംഗമായാലും എന്ത് കാര്യങ്ങൾ ഇടപെടുകയാലും പാടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് അവരൊക്കെ നിസ്കരിക്കുന്നു. നിസ്കാരവും കാര്യം ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടി അവർക്കൊന്നും ഇല്ലായിരുന്നു. ഇന്ന് നിസ്കാരം അതുപോലെ തന്നെ നോമ്പോ പിന്നെ എന്താ നിൽക്കാതെ മഗ്‌രിബിന്റെ ബാങ്കുമ്പോൾ വരെ നമ്മളൊക്കെ റോഡിലിറങ്ങി. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ബറാവിന്റെ അന്ന് പിന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോഴും റോഡൊക്കെ ആയി, പിന്നെ റമദാൻ റോഡൊക്കെയായി, നോമ്പറക്കാൻ നേരം വൈകി ആകെ മാറി. ഇതൊക്കെ ഒരു പിന്നെ വിശ്വാസപരമായ കാര്യങ്ങൾ മുറുകെ കൊണ്ട് തന്നെയാണ് പ്രവർത്തനങ്ങൾ വേണ്ടത്. അത് മനസ്സിലാക്കേണ്ടത്. നമ്മൾ കളിക്കുമ്പോഴും പിന്നെ ആ പ്രവർത്തനം ഉണ്ടാകുമ്പോൾ ഹൃദയത്തിൽ അല്ലാഹുവിന്മയാണല്ലോ എന്നൊരു ബോധമികളാകൾക്ക് ഉണ്ടായി. ആ ബോധമാണ് നമ്മൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരുമാണ് ജീവികൾ കിടക്കുകളൊക്കെ ഇട്ടുകൊടുത്തു ആ തീയിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി. അലിവ് തോന്നുന്ന ആളുകളുണ്ടാവും. അതേമാതിരി പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആളുകൾ വീട് കൊടുക്കലും അവരെ സഹായിക്കലൊക്കെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ദീനീപരമായ ബാധ്യതയാണ്. ഒരു മുസ്ലിമായി ഒരാൾ അതിൻ്റെ കറക്റ്റിൽ ജീവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുപാട്, അതിൻ്റെ അയൽവാസികൾ, സമൂഹം ഒക്കെ ഗുണങ്ങളാണ് ഉണ്ടാകുക. ആ ഗുണങ്ങൾ ആഗ്രഹിച്ചതായിരുന്നു നമ്മളെ തൊട്ട് മുമ്പ് കടന്നുപോയ മഹത്തുക്കളായ ആൾ. അതിൽപ്പെട്ട പ്രധാനികളാണ് ബഹുമാനപ്പെട്ട നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്ന ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ അവറുകൾ. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപാട്
നന്മകൾ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് ഒരുപാട്. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും മുസ്ലിമീങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിലൊക്കെ പിന്നെ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവർ ആ ചിട്ടയിൽ തന്നെ ആയിരുന്നു. ഇന്നത്തെ സമൂഹം പാർട്ടിൻ്റെ ആളുകൾ മനസ്സിലാക്കേണ്ടത് ആ പിന്നെ ഒരു ജീവിത ശൈലിയുണ്ട്. ആ ശൈലിയിലനുസരിച്ച് നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് മുസ്ലിം ആയിരിക്കുന്ന ആൾ അതിൻ്റെതായ ആ ചിട്ടയും മട്ടത്തിലും ആയിരിക്കണം. എന്നാൽ അവനക്ക് ഏത് പാർട്ടിയിലോ കച്ചവടക്കാരനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആളൊക്കെ ആണെങ്കിലും ജീവിതത്തിൻ്റെ ആ ചിട്ടകൾ, ഇസ്ലാമികമായുള്ള ചിട്ടകൾ ഒരിക്കലും നമ്മൾ കൈവിടരുത്. നമ്മളൊക്കെ എല്ലാവരും സൂക്ഷിക്കേണ്ട ഒരു വിഷയമാകുന്നു. ബഹുമാനപ്പെട്ട റേഞ്ച് സംഘടിപ്പിച്ച ഈ പരിപാടി എന്തുകൊണ്ടും വളരെ റാഹത്താണ്. ഒരാളെ അനുസ്മരിക്കുമ്പോൾ അവരുടെ ജീവിത ശൈലി നമ്മൾ മനസ്സിലാക്കുകയും അതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മളെ ജീവിതത്തിലും പകർത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. വലിയ വലിയ ആളുകളെ കഥകളൊക്കെ നമുക്ക് പറഞ്ഞു തരും. അവരിവിടെ ജീവിച്ച് കാണിച്ചതും നമുക്ക് നന്മയ്ക്ക് വേണ്ടിയുള്ള ബോധം വേണം. ബഹുമാനപ്പെട്ട പാങ്ങൽ ഉസ്താദിൻ്റെ ആണ്ടാണെന്ന് അദ്ദേഹത്തിൻ്റെ പേരിലൊരു ഫാത്തിഹ ഓതിക്കൊണ്ട് ഈ യോഗം ഉദ്ഘാടനത്തെ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട പാങ്ങൽ ഉസ്താദ് തങ്ങളൊക്കെയുള്ള കാലത്ത് തന്നെയാണ് ഒരുപാട് കപ്പെട്ടുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പോരാടി. പിന്നെ സമസ്തയുടെ പ്രവർത്തനത്തിന് വേണ്ടി, ദീനി പ്രവർത്തനത്തിന് വേണ്ടി അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ ഇവിടെ വളരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇസ്ലാമികമായിട്ടുള്ള സുന്നത്ത് നിലനിൽപ്പിന് വേണ്ടി സമസ്തന്റെ പ്രവർത്തനത്തിന് വേണ്ടി അവർ മുന്നോട്ട് ഇറങ്ങിയിട്ടുള്ളത്. ആ കാലഘട്ടം 1951 കാലഘട്ടത്തിലാണ് മദ്രസയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഓരോ മദ്രസയിൽ നിന്നും ആ കിതാബുകയും അതുപോലെ തന്നെ സ്വലാത്ത് ചെല്ലുന്നതിൻ്റെ ഒരു കൂലി എല്ലാ ബഹുമാനപ്പെട്ടവരുടെ ഖബറിലേക്ക് ഉണ്ടാവും. അതാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഒരു അദ്ദേഹത്തിൻ്റെ ഫള് എന്നും ഉയർത്തിക്കൊണ്ടിരിക്കും. അദ്ദേഹം തുടക്കം കുറിച്ചൊരു ഖബറിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. അള്ളാഹു അവരൊക്കെ ഖബറിലാലമാക്കുകയും സ്വർഗ്ഗപ്പൂന്തോക്കുകയും ചെയ്യട്ടെ. ഇവിടെ ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ പേരിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെല്ലാ ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹുയാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. ബഹുമാനപ്പെട്ട പാങ്ങൽ ഉസ്താദ് ഫാത്തിഹ ഓതുകയാണ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمدلله رب العالمين الرحمن الرحيم مالك يوم إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. റഹീമായ അല്ലാഹ്, ഞങ്ങളെല്ലാവരും ഫാത്തിഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പണ്ട് പാങ്ങൽ ഉസ്താദിലേക്ക് എത്തിക്കണം അല്ലാഹ്. അതുപോലെ തന്നെ നൽകിയിട്ടുള്ള ശുദ്ധ ഖുർആന്റെ ബാഫക്കി തങ്ങൾ ഹദറത്തിലേക്ക് വെക്കണം അല്ലാഹ്. അല്ലാഹുവിന്റെ ദറജ കൊടുക്കണം അല്ലാഹ്. അവരതുകൊണ്ട് ഇവിടെ ഈ ഒരുകൂടി എല്ലാ ഹലാൽ ആവശ്യങ്ങളും വെക്കണം അല്ലാഹ്. ഞങ്ങളാവർക്കും ഈ ചിട്ടിയോടെ പ്രവർത്തികളെ ഞങ്ങളെ കാക്കണേ. ഞങ്ങളെ മക്കളെയും സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണം അല്ലാഹ്. ഞങ്ങളെ മക്കളെയും സമുദായത്തിന്റെ മുന്നിൽ നയിക്കാനുള്ള നല്ല മക്കളാക്കി മാറ്റണം അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا برحمتك يا أرحم الراحمين എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് ആളുകൾ ആശംസകൾ അറിയിക്കാനുണ്ട്. ഈ സദസ്സിന് ആശംസകൾ അറിയിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മുസ്തഫാജി, അതേപോലെ ഇദാജ് സാഹിബ് അടക്കം ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ടൊക്കെ നമ്മുടെ പ്രഭാഷകൻ്റെ ടൈം പോകും എന്നതിന് പേടിച്ചുകൊണ്ട് മാത്രം ബഹുമാനപ്പെട്ട ഈ മഹത്തായ സദസ്സിന് മുഖ്യ പ്രഭാഷണം നടത്തുവാൻ വേണ്ടി പ്രിയങ്കരനായ ജനലാദ്മീൻ ഹുദവിയെ ആദരപൂർവ്വം സദസ്സിന് വേണ്ടി ക്ഷണിക്കുക. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. വസദഖ വബല്ലഗ റസൂലുഹുൻ നബിയ്യുൽ കരീം. വനഹ്നു അലാ ദാലിക മിനശ് ശാഹിദീന ശാകിരീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവിൻ്റെ മുത്ത് റസൂൽ കുലത്തിലെ അരുമപ്പും താരമായിരുന്ന അഹ്ലുബൈത്തിലെ അല്ലാഹുവിൻ്റെ മുത്ത് റസൂലിൻ കുലത്തിലെ അരുമപ്താരമായിരുന്ന അഹ്ലുബൈത്തിലെ നല്ലൊരു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖിയത് നക്ഷത്രമാം പിരിഞ്ഞുപോയി കണ്ണുനീരഹോ നഗരം മക്കായിൽ വെച്ചു ആയിപ്പോയഹോ. മുസൽമാന്റെ കണ്ണിലുണ്ണിയായ പൂങ്കരൾ തണി മുഖ്യപ്രസ്ഥാനത്തിൻ മാതൃകാരാമണി. മുസൽമാന്റെ കണ്ണിണിയായ പൂങ്കരൾ തണി പ്രസ്ഥാനത്തിന്റെ മാതൃകാധർമ്മണി. നിസ്തസേകന്റെ ബദ്പേരിനി നില്യസ്ഥം വിടവീർത്ത് കണലെന്നീ നിത്യസന്ത കണ്ണീര് തോരന്നീ നിത്യസന്ദ തോരന്നീ. നീ കാണുകില്ല ചന്ദ്രമുഖം ആ പ്രകാശമേ. ഇസ്സത്തതേറും ജുബ്ബ തലയിൽ കിട്ടുവേഷമേ. ഇനി കാണുകില്ല ചന്ദ്രമുഖം ആ പ്രകാശമേ. ഇസ്ലാമിൻ ജീവനാഡിയായിരുന്ന ബാഫഖി ഇഹലോകവാസവും പിരിഞ്ഞു പോയി പൊന്നഖി. ഇന്നാ ലില്ലാഹി ഇന്നാ ഇലൈഹി റാജിഊൻ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിൻ്റെ മുത്ത് റസൂലിൻ കുലത്തിലെ അരുമപ്പുതാരമായിരുന്ന അഹ്ലുബൈത്തിലെ നല്ലൊരു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖിയത് നക്ഷത്രമാം പിരിഞ്ഞു പോയി കണ്ണുനീരഹോ നരം മക്കായിൽ വെച്ച് മൃതി ആയിപ്പോയഹോ. ഏറെ ആദരണീയരായ സയ്യിദുമാർ, ബഹുമാന്യർ പണ്ഡിത മഹത്തുക്കളെ, ബഹുമാന്യരായ കാരണവന്റെ സ്വദേശി റേഞ്ച് സംഗമവും ആദരണീയരായ മർഹൂം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ അനുസ്മ സദസ്സിലുമാണ് അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വഫാത്ത് കഴിഞ്ഞ് 53 വർഷങ്ങൾക്കിപ്പുറവും നമുക്കേറ്റവും പ്രിയപ്പെട്ട സയ്യിദിനോട് കാണിക്കുന്ന സ്നേഹവും ഇഷ്ടവും ഈ ഒരു മഹത് സദസ്സിൽ ആ മഹാനവർ അനുസ്മരിക്കും അനുഭവപ്പെടുമെങ്കിൽ ഞാൻ തുടക്കത്തിയ വിശുദ്ധാനിന്റെ വമാണ് കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നിരന്തര സൽക്കർമ്മം ചെയ്യുന്ന യഥാർത്ഥ മനുഷ്യർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് അല്ലാഹുവിനുള്ള സ്നേഹം, അല്ലാഹുവിൻ്റെ മാലാഖമാരുടെ സ്നേഹം, ഈ ഭൂമിയിൽ അധിവസിക്കുന്ന എല്ലാ മനുഷ്യരുടെ സ്നേഹവും
ആ വ്യക്തിയുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും, സന്നിവേശിപ്പിക്കും എന്ന് വിശുദ്ധമായ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതെത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ ഒരിക്കലും ആ മഹാമനുഷ്യനെ മറക്കുകയില്ല, വിസ്മരിക്കുകയില്ല, നിരന്തരം ഓർത്തുകൊണ്ടേയിരിക്കും, പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനൊരുപാട് ഉദാഹരണങ്ങൾ നമ്മളുടെ കേരളക്കരയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അടിയുറച്ച വിശ്വാസവും നിരന്തരമായ സൽക്കർമ്മങ്ങളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹവും സഹജീവികളോട്, തൻ്റെ ചുറ്റുപാടുമുള്ള മനുഷ്യരോട് അവരുടെ ഹൃദയത്തിലുള്ള സ്നേഹവും അനുകമ്പയും ആ മനുഷ്യരെ ചിരപ്രതിഷ്ഠയുള്ള മനുഷ്യരാക്കി, ചിരഞ്ജീവികളാക്കി മാറ്റി എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നമുക്കവരിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. നമുക്ക് അവരിൽ നിന്ന് വളരെയധികം വലിയ മാതൃകകൾ ഉൾക്കൊണ്ട് ജീവിക്കേണ്ടത്. അവരുടെ വിശ്വാസം, അവരുടെ പ്രവർത്തന രീതിയും അവരുടെ നിലപാടുകളും എല്ലാം നമ്മൾ വിശകലനത്തിന് വിധേയമാക്കപ്പെടേണ്ട ഒന്നാണ്. വരും തലമുറകൾക്ക് പകർന്നു കൊടുക്കേണ്ട ഒന്നാണ്. ആ വിഷയത്തിൽ ഏറെ ഉൾക്കൊണ്ട വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ റഹിമഹുല്ലാ. അള്ളാഹു മഹാനവർകളുടെ ദർജകൾ ഉയർത്തി അള്ളാഹുവിൻ്റെ മഹത്തുക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വദേശി റേഞ്ച് നടത്തുന്ന ഈ പ്രോഗ്രാമിൽ സയ്യിദ് അവർകൾ മദ്രസയുടെ ഭാഗമായി ഓർക്കപ്പെടാനുള്ള കാരണം നേരത്തെ സ്വാഗത ഭാഷണത്തിലും സയ്യിദുകളുടെ ഉദ്ഘാടന സംസാരത്തിലും അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ മദ്രസ പ്രസ്ഥാനത്തിന്റെ ശില്പി ആരാണ് എന്ന ചോദ്യത്തിന് മറ്റൊരു തേടേണ്ടതില്ല. അത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളാണ്. ഇന്ന് 12,000-ഓളം മദ്രസ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന്റെ പുറത്ത് മലയാള ഭാഷയിൽ മാത്രമല്ല, കന്നഡയിലും തെലുങ്ക്, ബംഗാളി ഭാഷയിലും ആസാമി ഭാഷയിലും ഉറുദു ഭാഷയിലും കൃത്യമായ കിതാബുകൾ അടിച്ച് അറിവിന്റെ അക്ഷരലോകത്തേക്ക് വരുന്ന വിദ്യാർത്ഥിനികൾ ഇസ്ലാമിക വെളിച്ചം വലിയൊരു വിധാനത്തിൽ ഭാഗമായി കൊടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കണക്കാര മഹത്വമാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. അതുകൊണ്ട് നേരത്തെ അവർക്ക് ഒരുവായി ോടുന്ന് ഓർക്കപ്പെടണം. അത് നമുക്കൊരിക്കലും മറന്നുപോകൽ ഭൂഷണമല്ല. മറവികൾ നമുക്കൊരുപാട് പ്രശ്നം ചെയ്യും. നമ്മുടെ മുൻകാല അവസ്ഥ എന്തായിരുന്നു എന്നും ആ അവസ്ഥയിൽ നിന്ന് പുരോഗതിയുടെ പൗകൾ ചവിട്ടിക്കയറി എങ്ങനെ ഇവിടെ എത്തിയെന്നും നമ്മൾക്കറിയുന്നതുപോലെ നമ്മളുടെ പിറകിലുള്ള ആളുകൾക്ക് കൃത്യമായി ഒപ്പിച്ചു കൊടുക്കൽ നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ മഹല്ലത്ത്, ഇതിലെ മസ്ജിദ്, ഇതിന്റെ മദ്രസ, ഇതിനൊക്കെ ഒരു ചരിത്രമുണ്ടാകും. നമ്മുടെ ബാപ്പമാരിലൂടെ, നമ്മളുടെ കാരണന്മാരിലൂടെ അവർ അധ്വാനിച്ച, അവർ ത്യാഗം ചെയ്ത് നേടിയെടുത്ത ഈ മനോഹരമായ ഒരു അവസ്ഥ എങ്ങനെയാണ് അവർ രൂപപ്പെടുത്തിയെടുത്തത് എന്ന് നമുക്കറിയുന്നത് തലമുറയിലേക്ക് പകർന്നു കൊടുത്തിട്ടില്ല എങ്കിൽ ഇന്ന് കാണുന്ന സുഖവും സൗഖ്യവും മാത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് മനസ്സിലാക്കി
അധികാരത്തിന് വേണ്ടിയോ മറ്റേതെങ്കിലും കേവല ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം മത്സരിക്കും പോരടിക്കുകയും ചെയ്യുന്നവരായി മാത്രം നമ്മളുടെ ഉമ്മത്ത് അധപ്പതിക്കും എന്നതാണ്. നേരെ മറിച്ച് നമ്മളുടെ മുൻഗാമികളുടെ ത്യാഗസുരഭില ജീവിതം നമുക്കുന്നതുപോലെ തലമുറകളിലേക്ക് പകർന്നുകൊടുത്തു ആത്മികവും അർപ്പണബോധവും എല്ലാ കാലത്തിലും ഇത്തരം മേഖലകൾ ശേഷിച്ച് മതയാവട്ടെ മതാവട്ടെ ഇനി സ്ഥാപനങ്ങളായ സംഘടനയാകട്ടെ തലപ്പത്തിരിക്കുന്നുകൾ അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ അവരത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും അതിന്റെ അന്തസ്സ് പോരാതെ ഒരുപാട് തലകളിലേക്ക് അത് കൊടുക്കാൻ അങ്ങനെ ഒന്നുമില്ലാതിരുന്നൊരു കാലഘട്ടത്തിലെ ഇനി കാണാത്തായ സമാനം രൂപപ്പെടുക്കുന്നതിന് അന്തിച്ചത് എന്നു മനസ്സിലാക്കിയെടുക്കേണ്ട എത്തിയ പുസ്തകം ഈ കൊച്ചു കേരളത്തിൽ തുടങ്ങി ഇന്ന് വിശ്വത്തോളം വളർന്നു നിൽക്കുന്ന മൂവ്മെന്റായി പലതും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ മനുഷ്യന്റെ ചിന്തകളും ആ മനുഷ്യൻ പ്രവർത്തിച്ച പ്രയത്നങ്ങളുടെയും ഭാഗമായിട്ടാണ് എന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ടവർ 1906 ജനിക്കുന്നത്. 1906 ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നത് 1973 ബഹുമാനപ്പെട്ടവർ ജനിച്ചത് ദുൽഹിജ്ജ 25 ഇന്ന് ദുൽഹിജ്ജ 25 ദുൽഹിജ്ജ 25 ബഹുമാനപ്പെട്ടവർ ജനിച്ചത്. ദുൽഹിജ്ജ 15 ബഹുമാനപ്പെട്ടവർ വഫാത്തായത്. ഞാൻ പറഞ്ഞു വന്നത് 1906 നിന്ന് 1973 സഞ്ചരിക്കുന്ന ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും, വിശിഷ്യ മലബാറിലെ മുസ്ലിമീങ്ങളുടെ ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും ആ ഒരു കാലഘട്ടം എന്നത് സംഭവബഹുലമായിരുന്നു. അതിലുപരി പ്രശ്നകലുഷിതമായിരുന്നു. ഒരുപാട് വിഷയങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു. 1906 മുതൽ 1947 വരെ 1950 വരെയുള്ള കാലഘട്ടം നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. ആ കാലഘട്ടത്തിലാണല്ലോ ഇന്നും മലബാറിലെ മുസ്ലിമീങ്ങളുടെ ജീവിതത്തിൽ നികത്താനാവാത്ത ഒരുപാട് ആഘാതങ്ങളുണ്ടാക്കിയ മലബാർ സമരമുണ്ടായത്. കാർഷിക ലഹളയെന്നോ മലബാർ യുദ്ധമെന്നോ ഒക്കെ പറയാവുന്ന വലിയ സംഘട്ടനത്തിലേക്ക് മാപ്പിള ലഹള എന്ന പേരിൽ വഴിതിരിച്ചുവിട്ട് മുസ്ലിമീങ്ങളോട്, അവരുടെ സ്ഥാപനങ്ങളോട്, അവരുടെ സംവിധാനങ്ങളോട്, അവരിലെ എല്ലാ മനുഷ്യരോടും ചെയ്തു കൂട്ടിയ വലിയ അക്രമ പരമ്പരകൾ അരങ്ങേറിയ കാലഘട്ടം സയ്യിദവർകളുടെ ജത്തിന്റെ ശേഷം 1950 വരെയുള്ള ആ ഇടവേള, അതിൽ ഒന്നാം ലോക മഹായുദ്ധമുണ്ട്, രണ്ടാം ലോക മഹായുദ്ധമുണ്ട്, ഖിലാഫ് പ്രസ്ഥാനമുണ്ട്, നികുതി നിഷേധ പ്രസ്ഥാനമുണ്ട്. അവിടെ ഒരുപാട് സ്വാതന്ത്ര്യ സമരത്തിന്റെയും അതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങളുടെയൊക്കെ സംഭവങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. കഴിഞ്ഞ് സ്വാതന്ത്ര്യാനന്തരം ഒരുപാട് വിഷയങ്ങളിലേക്ക് കടന്നുവന്ന രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ കല്ലെന്ന് വിശേഷിപ്പിക്കാവുന്ന പലവിധ സംഭവങ്ങളും ഉടലെടുത്ത ഘട്ടമാണ് ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത്. അവിടെ വളർന്ന് സമൂഹത്തിന്റെ കേന്ദ്രബിന്ദുവായി അറിയേണ്ടി വരുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എടുത്ത ത്യാഗം, അദ്ദേഹം എടുത്ത ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളുടെ മനസ്സിൽ ഓടിയെത്തുമ്പോൾ മഹയ നം പ്രസ്ഥാനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ ഒരിക്കലും ഇരിക്കാൻ കഴിയും.
1926 ശുദ്ധമായ അവസ്ഥ രൂപം കൊള്ളും. വരക്കൽ അലവി മുല്ലക്തങ്ങൾ സയ്യിദ് റഹ്മാൻ മഖീയുടെ അമ്മാണ് ബഹുമാന മുല്ലക്കൾ. അതുകൊണ്ട് തന്നെ സമസ്തയോട് അതിന്റെ സംവിധാനങ്ങളോട് ഓരം ചേർന്ന് നിൽക്കുന്ന, എല്ലാ വിഷയങ്ങളോടും സഹകരിച്ച് നിൽക്കുന്ന, വലിയ രീതിയിൽ അതിന് പിന്തുണ കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖിങ്ങൾ. മഹാനവർകളുടെ ബാപ്പ സയ്യിദ് അബ്ദുറഹ്മാൻ സയ്യിദ് അബ്ദുൽ ഖാദർ ബാഫഖി തങ്ങൾ വലിയ കച്ചവടക്കാരനായിരുന്നു. ബാഫഖി തലമുറ ഹളർമയിൽ നിന്ന് കേരളക്കരയിലേക്ക് ഏകദേശം 200 വർഷത്തിനടുത്തായി നമ്മളുടെ കൊച്ചു കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ അടിസ്ഥാനപരമായും കച്ചവടക്കാരാണ്, വർത്തക പ്രമുഖരാണ്. കച്ചവടം എന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയാണല്ലോ. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ കച്ചവട വസ്തുക്കളുടെ അഡ്മിനിസ്ട്രേറ്ററായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവട സംഘത്തിന്റെ നേതാവായി യാത്ര നടത്തിയത് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. കച്ചവടം എന്നത് ഒറ്റവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അജ്റു സദൂഖുൽ അമീൻ മഅൻ നബിയ്യീന വദീഖീൻ. അത്താജിറു സദൂഖുൽ അമീൻ, സത്യധനും വിശ്വസ്തനുമായ ഒരു കച്ചവടക്കാരൻ അമ്പിയാക്കളുടെ കൂടെയാണ്, സിദ്ദീഖിയുടെ കൂടെയാണ്. ശരിക്കും ഈ ഹദിനെ അക്ഷരം പുലർത്തുന്ന, അതിനോട് താദാത്മ്യം പ്രാപിക്കുന്ന കച്ചവടമായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ പിതാവ് സയ്യിദ് അബ്ദുൽ ബാഫഖി നടത്തിയിരുന്നത് എന്ന് നമുക്ക് നമ്മളുടെ മാത്രമല്ല കച്ചവടമുണ്ടായിരുന്നു. ചരിത്രം നോക്കണം. മാധീബിലെ രാജാവ് സയ്യിദ് അബ്ദുൽ ബാഫഖി തങ്ങൾ അവിടെ സന്ദർശിച്ചു. അവർ അങ്ങുറക്കുമതി കയറ്റി ചെയ്യാനും ചുങ്കം കൊടുത്തു എന്ന് ചരിത്രം കാണാം. പ്രത്യേകിച്ച് അവർ നടത്തിയിരുന്ന മത്സ്യം, ട്യൂണ എന്ന സിലോണിക്ക്, ഇന്തോനേഷ്യക്ക്, ബർമ്മക്ക്, മറ്റുരങ്ങളിലെ കൂട്ടം അനുമപ്പെടുക വലിയ ധനാഢ്യനും കൂടിയായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദർ ബാഫഖി. അതുകൊണ്ട് തന്നെ ഒരു കച്ചവട കുടുംബത്തിൽ പിറന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, ഏകദേശം 12ാമത്തെ വയസ്സിൽ അദ്ദേഹം കച്ചവടത്തിന് ഇറങ്ങുന്നുണ്ട്. 12ാമത്തെ വയസ്സിൽ പ്രാഥമിക വിദ്യാഭ്യാസം നാട്ടിൽ നിന്ന് പഠിച്ച് 3 വർഷം വെളിയങ്കോട്ടെ വലിയ ജുമഅത്ത് പള്ളിയിൽ ദർസ് പഠിക്കാൻ വേണ്ടി 3 വർഷം അദ്ദേഹം നാട് വിട്ട് താമസിക്കുകയും പിന്നീട് 12ാമത്തെ വയസ്സിൽ പിതാവിൻ്റെ ഒരു കുടുംബക്കാരന്റെ കച്ചവട സ്ഥാപനത്തിൽ 1 ഉറുപ്പിക മാസ ശമ്പളത്തിന് ജോലിക്കാരനായി തുടങ്ങി കച്ചവടത്തിന്റെ ലോകത്തേക്ക് കാലെടുത്തു വെച്ച ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. കച്ചവട മേഖലയിലേക്ക് പിതാവാണ് കൈപിടിച്ചു കൊണ്ടുപോയത്. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്ക് കച്ചവടത്തിന്റെ സാധ്യതകളൊക്കെ മങ്ങുകയും വലിയ നഷ്ടങ്ങൾ സംഭവിക്കുന്ന തരത്തിലേക്ക് പിതാവിന്റെ കച്ചവടം എത്തിയപ്പോൾ പോലും വിശ്വസ്തത, സത്യസന്ധത അവർ ഒരിക്കലും കളഞ്ഞു വെച്ചിരുന്നില്ല. ബാഫഖി തങ്ങളുടെ ജ്യേഷ്ഠൻ അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ ജ്യേഷ്ഠൻ അബ്ദുള്ള ബാഫഖി തങ്ങൾ എന്നവർ കോഴിക്കോട്ടങ്ങാടിയിൽ ഒരു കൊപ്ര കച്ചവടം നടത്തിയപ്പോ ആ കൊപ്ര കച്ചവടം പൊളിഞ്ഞു പോയപ്പോൾ അതിൽ കടമായി കൊടുത്തിരുന്ന ഒരുപാട് ആളുകൾ പൈസ നഷ്ടപ്പെടുമല്ലോ എന്ന് പേടിക്കുകയും, സാധാരണ വലിയ കച്ചവടം, വലിയ ബിസിനസ്, അതിലേക്ക് വലിയ മുതൽ മുടക്ക് പലരും നടക്കുകയും അത് പൊളിഞ്ഞു പോയാൽ എല്ലാവരുടെയും ഒരുമിച്ച് പോകുന്ന ഒരവസ്ഥയാണ്. ആളുകൾ സയ്യിദ് അബ്ദുൽ ഖാദർ ബാഫഖി തങ്ങൾ എന്ന പിതാവിന്റെ അടുത്തേക്ക് കടന്നു വന്നിട്ട് അവർ ആവലാതി പറഞ്ഞു, സാധാരണ ഇത്തരം കത്തങ്ങളൊക്കെ പൊളിഞ്ഞാൽ ഒരു 25% ഇറക്കിയ മുതൽ മുടക്കിന്റെ 25%
തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞെടുത്ത് അബ്ദുൽ ഖാദർ ബാഫഖി എന്ന് പറഞ്ഞു, എന്റെ മകൻ നടത്തിയ കച്ചവടത്തിൽ നിങ്ങളൊക്കെയാണോ മുതൽ മുടക്ക് നടത്തിയിട്ടുള്ളത്, അത് മുഴുവനായും 40 ദിവസത്തിനകം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും എന്ന് അബ്ദുൽ ഖാദർ ബാഫഖി എന്ന പിതാവ് ഏറ്റെടുക്കുകയും പറഞ്ഞതു പ്രകാരം അദ്ദേഹത്തിന്റെ മകന്റെ ബിസിനസ്സിൽ മുതൽ മുടക്ക് നടത്തിയിരുന്ന മുഴുവൻ ആളുകളുടെയും മുഴുവൻ തുകയും, സാധാരണ അങ്ങനെ ഒരു കച്ചവടത്തിന് പൊളിവ് സംഭവിച്ചാൽ ഇത് 25% തിരിച്ചെടുത്തു നിന്ന് മുഴുവൻ തുകയും തിരിച്ചു കൊടുത്ത് ഏറ്റവും വലിയ സത്യസന്ധത കാണിച്ച അബ്ദുൽ ഖാദർ ബാഫഖി എന്ന മഹാനായ പിതാവിന്റെ മഹാനായ പുത്രനാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. അതുകൊണ്ട് തന്നെ കച്ചവട മേഖലയിൽ 12ാമത്തെ വയസ്സ് മുതൽ 26ാമത്തെ വയസ്സുവരെ മറ്റുള്ളവരുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരനാണ്. 26ാമത്തെ വയസ്സ് മുതൽ അദ്ദേഹം ബിസിനസിന്റെ ലോകത്തേക്ക് കടന്നു വരികയാണ്. അരിക്കച്ചവടമായിരുന്നു അന്ന് വളരെ പ്രധാനമായും അദ്ദേഹം ശ്രദ്ധ ചെലുത്തിയിരുന്ന ഒരു മേഖല. കോഴിക്കോട് കടപ്പുറത്ത് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വലിയ കപ്പലുകളിൽ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള അരികൾക്ക് ആ അരി അത് വില കൊടുത്തു വാങ്ങുകയും അതിനെ തന്റെ പാണ്ഡികശാലയിലേക്ക് കൊണ്ടുവന്ന് അരിക്കച്ചവടം നടത്തുന്ന വലിയ മൊത്ത വിൽപ്പനക്കാരനായി ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ 26ാം വയസ്സു മുതൽ അദ്ദേഹത്തിന്റെ കച്ചവടം ആരംഭിക്കുകയാണ്. അതിന്റെ കൂടെ കൊപ്രക്കളമുണ്ടായിരുന്നു, മറ്റനച്ചവടങ്ങൾ അദ്ദേഹം തുടങ്ങിയിരുന്നു. വെറും കേരളത്തിൽ മാത്രമല്ല, അങ്ങ് റങ്കൂണിൽ പോയി ബാഫഖി ആൻഡ് കമ്പനി എന്ന പേരിൽ കമ്പനി സ്ഥാപിച്ച് ഇന്തോനേഷ്യയിലും സിലോണിലും ബർമ്മയിലും അതുപോലെയുള്ള രാജ്യങ്ങളിലൊക്കെ അദ്ദേഹം കച്ചവട ആവശ്യാർത്ഥം ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു. ബഗ്ദാദിൽ പോയിട്ടുണ്ട്, കൂഫയിൽ, ബസറയിൽ, ഫലസ്തീനിൽ, മറ്റനേകം രാജ്യങ്ങളിലൊക്കെ ആവശ്യാർത്ഥം പോകുകയും അങ്ങനെയുള്ള ഒരു തികഞ്ഞ കച്ചവടക്കാരനായി, വലിയ സമ്പന്നനായി, ധനാഢ്യനായി മാറിയിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് കാണുന്ന നമ്മൾ കേൾക്കുന്ന ബാഫഖി തങ്ങളിലേക്കുള്ള മാറ്റം, അത് ചരിത്രത്തിന്റെ ചില അടരുകളിൽ നമുക്ക് പഠിക്കേണ്ട ഒരു മാറ്റമാണ്. അതിലെ പ്രധാനമായ ഒരു നാഴികക്കല്ലായി രേഖപ്പെടുത്തി വെക്കുന്നത് ബാഫഖി തങ്ങളുടെ ജീവിതത്തിലെ സാമൂഹിക പ്രതിബദ്ധതയുടെ അടയാളമായി രേഖപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒന്ന്, അന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1906 ജീവിച്ച ഒരാൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രതിസന്ധികൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധി പോലെയല്ല. ഒന്ന്, ബ്രിട്ടീഷുകാരുടെ കിരാത ഭരണങ്ങൾ, അവർ നടത്തിവെച്ചിരിക്കുന്ന, അവർ ചെയ്തു വെച്ചിരിക്കുന്ന കിരാത നിയമങ്ങൾ, പ്രത്യേകിച്ച് മാപ്പിള ഔട്ട്റേജസ് ആക്ട്, മാപ്പിളമാരോട് അവർ നടത്തിവെച്ചിരുന്ന വളരെ മോശമായ നടപടികൾ. ഇതിന്റെ ഇടയിൽ 1ാം ലോകമഹായുദ്ധം, 2ാം ലോകമഹായുദ്ധം, ഇതൊക്കെ നടത്തുന്ന ലോകമഹായുദ്ധങ്ങളൊക്കെ പലയിടത്താണ് നടക്കുന്നതെങ്കിൽ പോലും അതിന്റെ പ്രശ്നം അനുഭവിക്കുന്നത് ഇന്ത്യയെ പോലെയുള്ള 3ാം ലോക മഹാരാജ്യങ്ങളാണ്. അതിന്റെ ചെറിയ ഉദാഹരണം മനസ്സിലാകും. ഒരു ചെറിയ പ്രതിസന്ധി ഇറാനും ഇസ്രയേലും അമേരിക്കയിലും തമ്മിൽ ഹോർമുസിൽ ഉണ്ടായപ്പോൾ അതിന്റെ പ്രശ്നം നമ്മളാണ് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരുന്നത്. പെട്രോളിന് വില കൂടി എന്നതല്ല, പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കൂടി, തത്ഫലമായി അരിക്ക് വില കൂടി, നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടി, മനുഷ്യന്റെ ജീവിതം വലിയ അളവിൽ എന്ന് പറഞ്ഞാൽ അതൊട്ടും അതിശയോക്തിയല്ല. 1ാം ലോക മഹായുദ്ധം, അമേരിക്കയും ഇസ്രയേലും ഇറാനും തമ്മിൽ ഇന്ന് നടന്നുണ്ടായ പ്രശ്നങ്ങളെക്കാളും രൂക്ഷമായ പ്രശ്നങ്ങളായിരുന്നു അന്ന് നടന്ന പ്രശ്നം എന്ന് ചരിത്രം പഠിക്കുന്ന ആർക്കും മനസ്സിലാകും. ഏറ്റവും വലിയ ആഘാതം അനുഭവിച്ചത് മനുഷ്യന്റെ അന്നത്തിലായിരുന്നു. തങ്ങളാവട്ടെ അരിക്കച്ചവടക്കാരനാണ്. ബാഫഖി തങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധത കടന്നു വരുന്നത്
ഇവിടെയാണ്. നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു വസ്തുതയാണല്ലോ. അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു വന്നപ്പോ ആദ്യമായി മദീനക്കാരോട് സംസാരിച്ച ഒരു ഹദീസ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു സല്ലാം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ആദ്യം മുത്തുനബി മദീനക്കാരോട് സംസാരിച്ചത് അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അല്ലയോ ജനങ്ങളോ, സിലുൽ അർഹാം, കുടുംബ ബന്ധം ചേർക്കണമേ. അയ്യുഹന്നാസ് സിലുൽ അർഹാം. രണ്ടാമതായി പറഞ്ഞു അയ്യുഹന്നാസ് അത്ഉഇമുത് ത്വആം, നിങ്ങൾ ഭക്ഷണം കൊടുക്കണമേ. മൂന്നാമതായി പറഞ്ഞത് അഫ്ശുസ് സലാം, നിങ്ങൾ സലാമി വ്യാപിപ്പിക്കണമേ. നാലാമതായി പറഞ്ഞു സ്വല്ലു ബില്ലൈൽ വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ രാത്രിയിൽ നിങ്ങൾ നിസ്കരിക്കുന്ന ആള് ആവണേ. 4 കാര്യങ്ങൾ. 1, കുടുംബ ബന്ധം ചേർക്കണം, ഭക്ഷണം കൊടുക്കണം, സലാമിനെ വ്യാപിപ്പിക്കണം, രാത്രിയിലെ നിസ്കാരക്കാരാവണം. ഇത് 4ഉം ചെയ്താൽ തദ്ഖുന്നത ബിസലാം, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് സ്വസ്ഥമായി നിങ്ങൾക്ക് പ്രവേശിക്കാം. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളുടെ പേരിലും അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു. ഒക്കെ മീമിലാണ് അവസാനിക്കുന്നത്. വളരെ നമ്മളെ അതിശയപ്പെടുത്തുന്ന ഒരു ഹദീസാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ ഹദീസിന്റെ അക്ഷരം പ്രതി പുലരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. അഥവാ ഒരു മനുഷ്യന് കച്ചവടക്കാരനായി, പ്രത്യേകിച്ചും അരിക്ഷാമം നേരിടുന്ന സമയത്ത് മൊത്തക്കച്ചവടക്കാരനായ ഒരാൾക്ക്, പാണ്ഡികശാലയിൽ നിറയെ ചാക്കുകണക്കിന് അരിയുള്ള ഒരാൾക്ക്, ആളുകൾക്ക് കരിഞ്ചന്തയിൽ അരിവിറ്റ് കാശുണ്ടാക്കാൻ പറ്റുന്ന സമയത്ത് ബഹുമാനിത അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ കോഴിക്കോട്ടെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ന്യായവിലാ ഷോപ്പുകൾ തുടങ്ങി. നമ്മളുടെ റേഷൻ സമ്പ്രദായത്തിന്റെ ആദ്യത്തെ രൂപമായിരുന്നു അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ന്യായവിലാ ഷോപ്പുകൾ അഥവാ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ഒരിക്കലും തന്റെ കച്ചവടം കൊണ്ട് സമ്പന്നനാകണമെന്ന് മോഹിച്ചിട്ടില്ല. ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾ കൊടുക്കുകയും തന്റെ പ്രയത്നത്തിന് കേവലം ചെറിയ അളവിലുള്ള ലാഭം മാത്രം ആഗ്രഹിക്കുന്ന ഒരു കച്ചവടക്കാരൻ. അതാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ ജീവിതത്തിലെ നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കാം. ആളുകളുടെ മനസ്സിൽ ബഹുമാനപ്പെട്ടവർക്കുണ്ടാനം വലുതാവാനും ഉയരാനുമുള്ള ഒന്നാമത്തെ കാരണമാണത്. നോക്കൂ, ഇത് വളരെ പ്രധാനപ്പെട്ടതല്ലേ. അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഇതിന്റെ തുല്യമായ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വലിയ മുതലാളിയാവാം, കച്ചവടക്കാരനാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ പ്രശസ്തനായ ആളാവാം. അന്ന് കോഴിക്കോട് ഇന്ന് കാണുന്ന വലിയ ധനാഢ്യന്മാരുടെയും പണത്തിന്റെ പിന്നിൽ അരി പൂഴ്ത്തിവെച്ച് കരിഞ്ചന്തയിൽ അരി വിറ്റിട്ട് പണമുണ്ടാക്കി പലരും ധനാഢ്യന്മാരായിരിക്കെയാണ് ബഹുമാനപ്പെട്ടവർ അതൊന്നും ചെയ്യാതെ ജനങ്ങളുടെ ആവശ്യം കണ്ടറിഞ്ഞ് അവർക്കു വേണ്ടി ജീവിച്ച, അവരുടെ ഇടയിൽ എങ്ങനെയായിരിക്കണം ഒരു കച്ചവടക്കാരൻ എന്ന് കാണിച്ചു കൊടുത്ത മഹാനാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. അത് ജനങ്ങളുടെ മനസ്സിൽ വലിയ സ്ഥാനമുണ്ടാക്കി. മാത്രമല്ല, അന്നത്തെ ആളുകൾ പറയും, ബാഫഖി തങ്ങളുടെ പാണ്ഡികശാലയിലേക്ക് കപ്പലിൽ നിന്ന് അരി ഇറക്കുന്ന ദിവസം കോഴിക്കോട്ടെ അങ്ങാടിയിലെ ആഘോഷ ദിവസമായിരുന്നു. അന്ന് ആഘോഷ ദിവസമായിരിക്കും. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ടവർ ഒരിക്കലും കൊടുക്കുന്ന ആളല്ല. ആളുകൾക്ക് അവരുടെ ജീവിതത്തെ പ്രയാസമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല, സയ്യിദ് അവർകൾ കാണിച്ച ഈ ന്യായവില ഷോപ്പുകളുടെ കാരണമായി പിന്നീട് സർക്കാരിന്റെ നേതൃത്വത്തിൽ
ന്യായവില ഷോപ്പുകൾ മലബാറിലും ഉത്തര കേരളത്തിലുമൊക്കെ സർക്കാർ നേരിട്ട് നടക്കുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ മൊത്തമായി അരി വിതരണം ചെയ്യാനുള്ള എല്ലാ റേഷൻ ഷോപ്പിലേക്കും ന്യായവില ഷോപ്പിലേക്കും അരി വിതരണം ചെയ്യാനുള്ള അവകാശം ബാഫഖി തങ്ങൾക്ക് സർക്കാർ പകുത്തുകൊടുത്തു എന്നത് ബാഫഖി തങ്ങളെ എല്ലാവരും അംഗീകരിച്ചതിൻ്റെ ഒരു വസ്തുതയായിരുന്നു. ആ ഒരു അംഗീകാരമാണ് സയ്യിദ് അവർകൾ ശരിയായ രീതിയിൽ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പെടുത്തിയത്. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സയ്യിദ് അവർകളുടെ അമ്മാവനാണ് ബഹുമാനപ്പെട്ട വരക്കൽ ബഅലവി മുല്ലക്കോയ തങ്ങൾ. സയ്യിദ് അവർകൾ വഫാത്തായതിൻ്റെ ശേഷം അമ്മാവന്റെ അവിടുന്ന് പ്രാർത്ഥന നിർവഹിച്ച് വളർത്തി വലുതാക്കിയ മഹത്തായ പ്രസ്ഥാനത്തെ കൂടെ കൊണ്ട് നടക്കാൻ എല്ലാ രീതിയിലും സഹകാരിയായി പ്രവർത്തിച്ചിരുന്ന മികത്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. ചരിത്രം നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സംസ്ഥാപനത്തിലും വളർച്ചയിലും മഹാന്മാരുടെ സയ്യിദന്മാരുടെ പങ്ക് നമുക്കൊരിക്കലും അവിസ്മരിക്കാൻ കഴിയില്ല. അതുകൊണ്ടുതന്നെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബഅലവി മുല്ലക്കോയ തങ്ങൾക്ക് ശേഷം ഈ മഹത്തായ പ്രസ്ഥാനത്തെ ഒരു വലിയ മഹാമനീഷി കൊണ്ടു നടന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളായിരുന്നു. 1945 നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വർഷമാണ് 1945. സ്വാതന്ത്ര്യത്തിന് 2 വർഷം മുമ്പ് 1945 സമസ്തയുടെ വളരെ പ്രധാനപ്പെട്ട സമ്മേളനം നടക്കുന്നത്. കാര്യവട്ടം സമ്മേളനത്തിലാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ചരിത്ര പ്രസിദ്ധമായ തൻ്റെ പ്രസംഗം ബഹുമാനപ്പെട്ടവർ നടത്തിയത്. അഥവാ നമ്മൾ പറഞ്ഞല്ലോ, ആ ഒരു സംസാരത്തിലാണ് ബഹുമാനപ്പെട്ടവർ സമസ്തയുടെ കീഴിൽ മതവിദ്യാഭ്യാസ രംഗത്ത് മഹത്തായ ഒരു വിപ്ലവം സൃഷ്ടിക്കാനുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള പ്രഭാഷണമാണ് ബഹുമാനപ്പെട്ടവർ കാര്യവട്ടം സമ്മേളനത്തിൽ മഹാനവർകൾ നിർവഹിച്ചത്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ രൂപീകരണത്തിന് ബഹുമാനപ്പെട്ടവരുടെ ഈ പ്രഭാഷണം പ്രഥമ പ്രചോദനം നൽകി എന്ന് മാത്രമല്ല, 20-ാം നൂറ്റാണ്ട് കേരളത്തിന് സംഭാവന നൽകിയ മതസ്കാരിക രാഷ്ട്രരംഗത്തെ അജയ്യ വ്യക്തിത്വമായി ആ ഒരൊറ്റ പ്രഭാഷണത്തിലൂടെ ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ മാറിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ, ആ ഒരു 1945 കാര്യവട്ടം സമ്മേളനത്തിൽ സയ്യിദ് അവർകൾ പ്രഭാഷണം നടത്തണമെങ്കിൽ അതിൻ്റെ മുന്നേ തന്നെ സമസ്തയുടെ എല്ലാ മീറ്റിങ്ങുകളിലും ബഹുമാനപ്പെട്ടവർ അംഗമല്ലെങ്കിൽ പോലും സാന്നിധ്യമുണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രം വായിച്ചാൽ മനസ്സിലാകും. പ്രത്യേകിച്ച് വാഴക്കാട് ദാറുൽ ഉലൂം സമസ്തയുടെ നേതൃത്വത്തിൽ മികച്ച കലാലയമായി മാറാൻ വേണ്ടി കൃത്യമായ മീറ്റിംഗിൽ നിർദ്ദേശം വന്നപ്പോൾ അതിനുവേണ്ടി സംസാരിക്കാൻ സമസ്തയുടെ മുഷാവറ അംഗങ്ങൾ ചുമതലപ്പെടുത്തിയത് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ ആയിരുന്നു. ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. 1949 സെപ്റ്റംബർ 1 കോഴിക്കോട് മുദാക്കര പള്ളിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണിത്. 1949 സെപ്റ്റംബർ 1 കോഴിക്കോട് മുദാക്കര പള്ളിയിൽ ചേർന്ന യോഗത്തിൽ അന്ന് ആരൊക്കെയാണ് ആ യോഗത്തിലുള്ളത് എന്നറിയുമോ? അന്നത്തെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി മുസ്ലിയാർ റഹിമഹുല്ലാ, അല്ലാഹുവിന്റെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അന്ന് സമസ്തയുടെ പ്രസിഡന്റാണ് അബ്ദുൽ ബാരി ഉസ്താദ് അവർകൾ, വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദ് അവർകൾ. അബ്ദുൽ ബാരി ഉസ്താദ് അവർകൾ പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ കുട്ടി മുസ്ലിയാർ, നമ്മളുടെ തൊട്ടടുത്ത നാട്ടുകാരനാണല്ലോ, അല്ലാഹുവിന്റെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ.
മദ്രസ പ്രസ്ഥാനത്തിന് ഊടും പാവും നൽകും വലിയ പങ്കുവഹിച്ച മഹാനാണ് പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ. അള്ളാഹുരുടെ ദറജ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. ആ സമ്മേളനത്തിൽ മുദാക്കര പള്ളിയിൽ ചേർന്ന സമസ്തയുടെ മുഷാവറ അംഗത്തിൽ സമസ്ത പ്രസിഡന്റ് ഉണ്ടായിരിക്കെ അന്നത്തെ അധ്യക്ഷ പീഠം അലങ്കരിച്ച ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. അന്ന് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ആ സദസ്, ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ സമസ്ത പ്രസിഡന്റായി ആ സദസ്സിലുണ്ട്. പക്ഷെ ആ മീറ്റിംഗിൽ ബഹുമാനപ്പെട്ടവരായിരുന്നു അധ്യക്ഷപദം അലങ്കരിച്ചത്. അന്ന് മുഷാവറയിലേക്ക് കടന്നു വന്നിരുന്നില്ല. പിന്നീട് മഹാനവറുകളെ മുഷാവറയുടെ ഭാഗമാക്കിയെങ്കിലും അന്ന് കടന്നു വരാത്ത ആ സമയത്ത് പോലും അന്നത്തെ മീറ്റിംഗിന്റെ അധ്യക്ഷനായിരുന്നു ബഹുമാനപ്പെട്ടവർ. അന്നത്തെ അധ്യക്ഷപദം അലങ്കരിക്കാൻ ബഹുമാനപ്പെട്ട പറവണ്ണ ഉസ്താദ് പിന്താങ്ങുകയും അന്ന് സമസ്തയുടെ തുടങ്ങി സമസ്തയുടെ പല മുഷാവറ യോഗങ്ങളിലും അദ്ദേഹം പങ്കുകൊണ്ടു എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം. കോഴിക്കോട്ടെ വലിയങ്ങാടിയിലെ തങ്ങളുടെ പാണ്ഡികശാലയിൽ വെച്ച് സമസ്തയുടെ പല മുഷാവറയും തങ്ങളവர்களுടെ പാണ്ഡികശാലയിൽ വെച്ചായിരുന്നു നടന്നത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. 1949 സെപ്റ്റംബർ 1 ബാഫഖി തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന മുഷാവറ യോഗത്തിൽ അന്ന് നടത്തിയൊരു തീരുമാനം, ആ തീരുമാനമാണ് നമ്മൾ ഇപ്പൊ ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ തീരുമാനം ഓരോ മഹല്ലിലും മദ്രസകൾ ഉണ്ടാക്കണം. അന്നത്തെ എടുത്ത തീരുമാനം ഓരോ മദ്രസകൾ സ്ഥാപിക്കണം. അപ്പോ മഹല്ലുകളുണ്ട്, പക്ഷേ മഹല്ലുകളിലൊന്നും മദ്രസകളില്ല. അപ്പൊ എന്തു വേണം? എല്ലാ മഹല്ലിലും പോയി പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തണം. ആര് ചെയ്യും? സയ്യിദ് അവർകൾ നിർദ്ദേശം വെക്കുകയാണ്, സമസ്തക്ക് 2 ഫുൾ ടൈം ഓർഗനൈസർമാർ വേണം. ഫുൾ ടൈം ഓർഗനൈസർമാർ എന്താണ്? ആ ഫുൾ ടൈം ഓർഗനൈസർമാരുടെ പരിപാടി ഓരോ മഹല്ലിലും എത്തി അവിടെ കമ്മിറ്റി ഭാരവാഹികളെ അല്ലെങ്കിൽ മുത്തവല്ലിമാരെ കണ്ട് അവിടെ പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഉണ്ടാക്കണം. നോക്കൂ, സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഓത്തുപള്ളി സിസ്റ്റം ആയിരുന്നു. പല സ്കൂളുകളിലുമായിരുന്നു ഓത്തുപള്ളികൾ നടന്നിരുന്നത്. പക്ഷേ സ്വാതന്ത്ര്യാനന്തരം ഇതിന് വലിയ തടസ്സങ്ങൾ നേരിട്ടു. മുസ്ലിമീങ്ങളുടെ മതവിദ്യാഭ്യാസം അത്തരം ഭൗതികമായ സ്ഥാപനങ്ങളിൽ നിർത്തുകയും മറ്റു പല ആശയങ്ങളും അവിടേക്ക് കടന്നു വരികയും ചെയ്തപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദക്കനുസരിച്ച് മുസ്ലിം പൊതുസമൂഹം ഇവിടെ ജീവിക്കണമെങ്കിൽ അവർക്ക് അടിസ്ഥാനപരമായും മതവിദ്യാഭ്യാസം കിട്ടണം എന്ന് സയ്യിദ് അവർകൾ കൃത്യമായി ആലോചിക്കുകയും അത് സമ്മേളനത്തിൽ പ്രഭാഷണം നടത്തുകയും അതിന് കൃത്യമായ പദ്ധതി ചെയ്തു. ബഹുമാനപ്പെട്ട മർഹൂം KP ഉസ്മാൻ സാഹിബായിരുന്നു അന്നത്തെ സമസ്തയുടെ ഓർഗനൈസർ. അള്ളാഹുരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവരുടെ സഹ ഓർഗനൈസർ ആയിരുന്നു NK അയമു മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തിനെയും മർഹമത്തിനെയും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇനി നോക്കൂ, 1901 മാർച്ച് 23, 24, 20 തീയതികളിലാണ് വടകരയിൽ വെച്ച് സമസ്തയുടെ 19ാം സമ്മേളനം നടക്കുന്നത്. വടകരയിൽ വെച്ച് അന്ന് നടന്ന ആ സമ്മേളനത്തിലാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കാൻ തീരുമാനിച്ചത്. വിദ്യാഭ്യാസ ബോർഡ് തീരുമാനിക്കുകയും ആ തന്നെ സെപ്റ്റംബർ 17 വാളക്കുളം പുതുപ്പറമ്പ് ജുമഅത്ത് പള്ളിയിൽ ചേർന്ന വിദ്യാഭ്യാസ പ്രവർത്തകരുടെ കൺവെൻഷനിൽ വെച്ച് വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രഥമ കമ്മിറ്റി നിലവിൽ വരികയും ബാഫഖി തങ്ങൾ ആ കമ്മിറ്റിയുടെ ട്രഷററായിരുന്നു. മരണം വരെ വിദ്യാഭ്യാസ ബോർഡിന്റെ ട്രഷററായിരുന്നു എന്ന് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൊയിലാണ്ടിയിൽ ബഹുമാനപ്പെട്ടവരും കബീലയൊക്കെ കൊയിലാണ്ടി അഥവാ പന്തലായനിക്കൊല്ലം, ഇന്നത്തെ പാറപ്പള്ളിയൊക്കെയുള്ള പന്തലായനിക്കൊല്ലം ചരിത്രമുറങ്ങുന്ന പ്രദേശമാണ്. ആ പ്രദേശത്താണ് വർത്തക സംഘങ്ങൾ അഥവാ കച്ചവട സംഘങ്ങൾ
കൂടുതലായി മറ്റു രാജ്യങ്ങളിൽ നിന്ന് അന്നത്തെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും സാമൂതിരിമാരുടെ കാലഘട്ടം, കുഞ്ഞാലിക്കാന്മാരുടെ കാലഘട്ടം, പോർച്ചുഗീസുകാരുടെ കാലഘട്ടം, ഈ കാലഘട്ടത്തിലൊക്കെ ചരിത്ര പ്രസിദ്ധമായ വളരെ ആഴത്തിൽ സ്വാധീനമുള്ള കൊല്ലം പന്തലായനി കൊല്ലം, അഥവാ ആ കൊല്ലത്തിന്റെ മറ്റൊരു രൂപമാണ്. ആ കൊല്ലത്ത് നിന്ന് നായന്മാർ അവിടെ നിന്നൊരു പ്രശ്നത്തിന്റെ ഭാഗമായി ഇവിടെ വന്ന് താമസമാക്കിയപ്പോഴാണ് ആ കൊല്ലത്തിന്റെ മറ്റൊരു പേര് ഈ കൊല്ലത്തിടുകയും കൊയിലാണ്ടി പിന്നീട് രൂപപ്പെട്ട ടൗണാണ്. പക്ഷെ പഴയ ഏറ്റവും വലിയ സ്ഥലം എന്നത് പന്തലായനാണ്. ആ ഇടത്താണ് കൊയിലാണ്ടി പന്തലായനി കൊല്ലം. ഈ മേഖലയിലാണ് ബഹുമാനപ്പെട്ടവരുടെ ജനനവും വളർച്ചയുമുള്ളത്. ആ സ്ഥലത്താണ് ബഹുമാനപ്പെട്ടവർ ജീവിച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, കൊയിലാണ്ടിയിൽ ബഹുമാനപ്പെട്ടവർ ദിവസങ്ങളോളം വഅല് സംഘടിപ്പിച്ചു. തങ്ങളുടെ സ്വന്തം ചെലവിൽ വഅല് സംഘടിപ്പിച്ചിട്ട് ആ വഅലിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ സംഖ്യ നിന്ന് പിരിച്ചു. 1500 രൂപയാണ് അന്ന് പിരിച്ചു കിട്ടിയ സംഖ്യ. ഇതെന്തായിരുന്നറിയോ? വിദ്യാഭ്യാസ ബോർഡിന്റെ മൂലധനത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സംഖ്യ വഅല് നടത്തിയിട്ട് ബഹുമാനപ്പെട്ടവർ പിരിച്ചുണ്ടാക്കിയത്. മാത്രമല്ല, അന്ന് നടന്ന വടകര സമ്മേളനത്തിൽ, കൺവെൻഷനിൽ ബഹുമാനവർ ആദ്യമായി തുടക്കം കുറിക്കുകയും രൂപീകരണ യോഗത്തിൽ പങ്കെടുത്ത 17 പണ്ഡിതന്മാർ 1 രൂപ വീതവും, ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി മുസ്ലിയാർ 25 രൂപയും, മർഹൂം കോഴിക്കോടൻ കുഞ്ഞഹമ്മദ് ആജി 5 രൂപയും എടുത്തുകൊണ്ട് 47 രൂപ ആദ്യത്തെ മൂലധന. ഇന്ന് വിദ്യാഭ്യാസ ബോർഡ് കോടികളുടെ ആസ്തിയുള്ള വലിയൊരു സംവിധാനമാണ്. അതൊക്കെ നാടിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്താനുള്ളതാണ്. പക്ഷെ തുടക്കം നമ്മൾ ഓർക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് മികച്ച സംവിധാനങ്ങൾ നമ്മളുടെ കയ്യിലുണ്ട്. എന്നാൽ ഇതിന്റെ തുടക്കം വളരെ പ്രയാസകരമായ തുടക്കമായിരുന്നു. അന്നത്തെ ചുറ്റുപാടെന്ന് പറയുന്നത്, മുസ്ലിം പൊതുസമൂഹം എന്നത് വളരെ ദരിദ്രനായിരുന്നു. കേവലം ചില പണക്കാരുണ്ട് എന്നൊഴിച്ചാൽ ബാക്കിയുള്ളവരൊക്കെ ദരിദ്രന്മാരായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അവർക്ക് മുന്നിൽ തൻ്റെ ധനം കൊണ്ട്, തൻ്റെ കൊണ്ട്, തൻ്റെ ഈമാന് കൊണ്ട്, തൻ്റെ ഏറ്റവും വലിയ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം ചെലുത്തുകയും ആ സ്വാധീനം സാമൂഹിക, രാഷ്ട്രീയ, ആത്മീയ മേഖലയിൽ കൃത്യമായി സന്നിവേശിപ്പിച്ച മഹാനാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. അള്ളാഹുവിന്റെ ദറജ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാത്രമല്ല, നോക്കൂ, മദ്രസ വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ടാക്കി കൊടുത്തു എന്ന് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഞാൻ പറയാം, 1954 ബഹുമാനപ്പെട്ടവരുടെ ഒരാഗ്രഹമാണ് സമസ്തയുടെ നേതൃത്വത്തിൽ, സമസ്തയുടെ കീഴിൽ ഉന്നതമായ വിദ്യാഭ്യാസ കേന്ദ്രം ഉണ്ടാകണം, ഉയർന്നു എന്ന ആഗ്രഹം ബഹുമാനവർക്കുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി 1954 നമ്മളുടെ തൊട്ടടുത്തുള്ള താനൂർ ഇസ്ലാഹുൽ ഉലൂം നേരിട്ട് സമസ്ത ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രേരണ ബഹുമാനപ്പെട്ടവർ നൽകുകയും സമസ്ത ഏറ്റെടുക്കുകയും ഭാവി പ്രവർത്തനങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ സയ്യിദ് അവർകൾ തന്നെ പ്രസിഡന്റായി കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. നോക്കൂ, സമസ്തയുടെ നേതൃത്വത്തിൽ ഉന്നത വിദ്യാ പ്രവർത്തനം മേഖല ഉണ്ടാകണം എന്ന് കൃത്യമായി നിർദ്ദേശം വെക്കുകയായിരുന്നു സയ്യിദ് അവർകൾ ചെയ്തത്. മൗലാന ഖുതുബി റഹ്മത്തുള്ളാഹി അലൈഹി അവരടക്കമുള്ള ഉന്നത പണ്ഡിതന്മാർ വെറുതെ ഒരു സ്ഥാപനം ഏറ്റെടുക്കുക മാത്രമല്ലേ ചെയ്തത്, തങ്ങൾ വെച്ച അടുത്ത നിർദ്ദേശം ഖുതുബി ഉസ്താദ് അടക്കമുള്ള ഉന്നത പണ്ഡിതന്മാർ ഈ ഇസ്ലാഹുൽ ഉലൂം എന്ന ഈ കോളേജിലെ ഉസ്താദുമാരാകണം തങ്ങളുടെ ആഗ്രഹമായിരുന്നു. അങ്ങനത്തെ വലിയ ഉസ്താദുമാർ ഇന്ന സ്ഥാപനത്തിലെ ഉസ്താദുമാരായിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിലേക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾ കടന്നു വരികയും അത് നാടിന് വലിയ മുതൽക്കൂട്ടാകുമെന്നും ബഹുമാനപ്പെട്ടവർ ആഗ്രഹിച്ചു എന്ന് ചരിത്രം ഇതിനെ കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി മറ്റൊരു കാര്യം, സമസ്തയുടെ കീഴിൽ സനദ് നൽകുന്ന സ്ഥാപനം ഉണ്ടാകണമെന്ന് തങ്ങൾ വീഴ്ചു. നോക്കൂ,
സമസ്തയുടെ കീഴിൽ അന്നൊക്കെ നമ്മളുടെ കേരളത്തിൽ നിന്ന് ദർസ് പഠനം കഴിഞ്ഞ് സനദ് വാങ്ങാൻ ആഗ്രഹമുള്ള പണ്ഡിതന്മാർ പോയിരുന്നത് വേരിലെ അൽ ബാഖിയാത്തു സ്വാലിഹാത്തിലേക്കാണ്. എന്നാൽ സമസ്തയുടെ കീഴിൽ സനദ് നൽകുന്ന സ്ഥാപനം ഉണ്ടാകണമെന്നത് തങ്ങൾ ചിന്തിച്ചു എന്ന് മാത്രമല്ല, 1962 മുഷാവറയുടെ തീരുമാനപ്രകാരം സമസ്ത കേരള ജംഇഅത്തുൽ ഉലമ അറബിക് കോളേജ് കമ്മിറ്റി രൂപീകൃതമായി. 1962 സമസ്ത കേരള അറബിക് കോളേജ് കമ്മിറ്റി രൂപീകൃതമായപ്പോൾ ആ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നറിയോ? സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളാണ്. ജാമിഅ നൂരിയ സ്ഥാപിക്കപ്പെടുകയായിരുന്നു. ജാമിഅ നൂരിയയുടെ സംസ്ഥാപനത്തിലൂടെ സയ്യിദുടെ സ്വപ്നമാണ് അവിടെ പൂവണിഞ്ഞത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ, ഏറ്റവും വലിയ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് സമൂഹത്തെ കൈപ്പിടിച്ച് ആനയിച്ചു കൊണ്ടുവരാൻ ഈ സമൂഹത്തിലെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ കൂടെയിരുന്ന് താനൊരു പണ്ഡിതനല്ല എങ്കിൽ പോലും നിറഞ്ഞ വിശ്വാസവും തികഞ്ഞ അർപ്പണബോധവും അള്ളാഹുവിലുള്ള സ്നേഹവും ആരംഭ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള വലിയ അടുപ്പവും അത് കൈമുതലാക്കി ജനങ്ങൾക്കിടയിൽ തനിക്കുള്ള സ്വാധീനത്തെ ഉപയോഗപ്പെടുത്തി ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി, ഒരു സമൂഹത്തിന് വേണ്ടി സാമൂഹിക രാഷ്ട്രീയ ആത്മീയ മേഖലകളിൽ നേതൃത്വം നൽകിയ മഹാമനുഷ്യ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. ഞാനിവിടെ പറയും സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. മറ്റൊരു മേഖല പറഞ്ഞാൽ നമുക്കിന്ന് അവസാനിപ്പിച്ച് പോകാൻ പറ്റില്ല. കാരണം കേരള രാഷ്ട്രീയത്തിലെ കിങ് മേക്കറാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. കിങ് മേക്കർ, അങ്ങനെ ഒരാളെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. ചരിത്രം പഠിക്കുന്ന ആർക്കും വിമോചന സമര കാലഘട്ടത്തെ കുറിച്ചറിയാം. വിമോചന സമര കാലഘട്ടത്തിൽ ഒന്നാം EMS ഗവൺമെന്റ് വന്ന സമയത്ത് നടന്ന വിമോചന സമരത്തിലെ മുദ്രാവാക്യങ്ങളിൽ ഒന്ന് ബാഫഖി തങ്ങൾ കൂടിയായിരുന്നു. എല്ലാവരും പറയുന്ന ആ മുദ്രാവാക്യത്തിൽ ബാഫഖി തങ്ങളും ഉണ്ടായിരുന്നു. ജനങ്ങളുടെ നാവിൽ അധികായനായി നിലകൊണ്ട കിങ് മേക്കറായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. മുന്നണി രാഷ്ട്രീയം ഇന്ന് കേരളം കാണുന്നതാണല്ലോ. മുന്നണി രാഷ്ട്രീയം ഈ കേരളത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത കിങ് മേക്കറായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി. ലോകം ഈ കൊച്ചു കേരളം കണ്ട മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് സി അച്യുതമേനോന്റെ ഡയറി കുറിപ്പുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. സി അച്യുതമേനൻ എന്ന കേരളം കണ്ട മഹാനായ മനുഷ്യനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ ഏറ്റവും പിന്നിൽ നിന്ന് അതിന് കൃത്യമായ ചരട് വലിച്ച ഒരാളെ കാണിച്ചു തരാൻ പറ്റും. അതാരാന്നറിയോ? സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. അന്ന് ബഹുമാനപ്പെട്ടവർ വിമാനമിറങ്ങുമ്പോൾ പത്രക്കാര് ചോദിക്കുന്നുണ്ട് ആരാണ് മുഖ്യമന്ത്രി എന്ന്. സയ്യിദ് അവർകൾ പറഞ്ഞൊരു വാക്ക്, ഞാൻ അസർ നിസ്കരിക്കട്ടെ എന്നാണ്. ഞാൻ അസർ നിസ്കരിക്കട്ടെ. അസർ നിസ്കരിക്കുന്നത് വരെ കാത്തുനിന്നു. അസർ നിസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഈ കേരളത്തിന് വലിയൊരു മുഖ്യമന്ത്രിയെ കിട്ടിയിരിക്കുന്നു. 3 ദിവസം കഴിഞ്ഞിട്ടാണ് അന്നത്തെ പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിൽ പിന്നീട് വർഷങ്ങളോളം കേച്ച വലിയ ഒരു സംവിധാനത്തിന്റെ ഭാഗമായി ഈ കേരളത്തെ പുരോഗതിയുടെ പടവ് ചവിട്ടിക്കയറ്റുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച സി അച്യുതമേനോനെ വാഴിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ആളായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അമരത്തിരിഞ്ഞ് എല്ലാവരും ഈ ഒരു പ്രസ്ഥാനത്തെ മാറ്റി നിർത്താൻ ശ്രമിച്ചപ്പോൾ ആളുകൾക്കിടയിൽ അതിന് സ്വാധീനമുണ്ടാക്കി കൊടുത്ത സയ്യിദ് അവർകളുടെ ചടുലമായ ബുദ്ധിയും പ്രവർത്തനശേഷിയും അതിന്റെ പിന്നിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് നാം ഒരിക്കലും വിസ്മരിക്കാൻ പറ്റാത്ത വസ്തുതയാണ്. കേരളത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ചൊരു മനുഷ്യൻ കൂടിയാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. ആ മേഖല പറഞ്ഞാൽ നമുക്ക് അവസാനിക്കാൻ കഴിയില്ല. എന്നാൽ നമ്മൾ പറയേണ്ട ഒരു വിഷയമാണ് സമസ്തയുടെ നേതൃത്വത്തിൽ മഹായ പണ്ഡിതന്മാരുടെ കൂടെ നിന്നുകൊണ്ട് ഈ മഹത്തായ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ടവർ ജാമിഅ നൂരിയയുടെ സംസ്ഥാപനത്തിൽ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്.
തങ്ങൾ മതവിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല മതബൗദ്ധ്യാഭ്യാസം മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി MES അത് പിന്നീട് വ്യതിചലിച്ചു പോയെങ്കിൽ പോലും MES-ന്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ടവർ സയ്യിദ് അവർകൾ കൃത്യമായി അതിനെ സഹായിച്ചിരുന്നു എന്ന് മാത്രമല്ല പിന്നീട് സമസ്ത മുഷാവറ MES-നെതിരെ തീരുമാനമെടുത്തപ്പോൾ അതിന്റെ മെമ്പർഷിപ്പ് രാജിവെച്ച് ഇറങ്ങിപ്പോന്ന ആളുകൂടിയാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. നോക്കൂ, തങ്ങൾ വടകര, താനൂര്, കക്കാട്, കാസർഗോഡ് എന്നിവിടങ്ങളിലൊക്കെ സമസ്തയുടെ സമ്മേളനങ്ങൾ, സമസ്തയുടെ 19ാം സമ്മേളനം, സമസ്തയുടെ 20ാം സമ്മേളനം, സമസ്തയുടെ 21ാം സമ്മേളനം, സമസ്തയുടെ 22ാം സമ്മേളനം, ഈ സമ്മേളനത്തിന്റെയൊക്കെ വിജയത്തിന്റെ മുഖ്യശില്പി ആരാണെന്ന് ചോദിച്ചാൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. 1972 നമ്മളുടെ തൊട്ടടുത്തുള്ള തിരുനാവായയിൽ വെച്ച് നടന്ന സമസ്തയുടെ 23ാം സമ്മേളനം, അത് തിരുനാവായയിൽ വെച്ചാവണമെന്ന് തങ്ങളുടെ ആഗ്രഹമായിരുന്നു. തങ്ങളുടെ പ്രത്യേക നിർബന്ധ പ്രകാരമായിരുന്നു സമസ്തയുടെ 23ാം സമ്മേളനം 1972 തിരുനാവായയിൽ വെച്ച് നടന്നത്. തങ്ങൾ വഫാത്താകുന്നതിന്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് സമസ്തയുടെ 23ാം സമ്മേളനം നടക്കുന്നത്. പ്രസ്തുത സമ്മേളനത്തിൽ ജാമിഅ നൂരിയയുടെ പ്രഥമ സന്നദ്ധാനം നടക്കുന്നത് തിരുനാവായ സമ്മേളനത്തിൽ വെച്ചാണ്. ഇന്ന് ലോകത്ത് 10ഓളം ഫൈലിമാർ, ആ മഹത്തായ സ്ഥാപനത്തിന്റെ സന്തതികൾ ഇന്ന് ലോകത്ത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് സമൂഹത്തിന് നേതൃത്വം നൽകുകയാണ്. നമ്മളുടെ ഉമ്മുൽ മദാരിസാണ് പ്രിയപ്പെട്ട ജാമിഅയുടെ പ്രഥമ സനദ്ദാനം നടക്കുന്നത് സമസ്തയുടെ 23ാം സമ്മേളനമായ തിരുനാവായ സമ്മേളനത്തിൽ വെച്ചായിരുന്നു. ആ സനദ്ദാന സമ്മേളനം തുടങ്ങി സമ്മേളനത്തിന്റെ എല്ലാ കാര്യങ്ങളിലും സജീവമായിട്ട് തന്നെ ബാഫഖി തങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല 3 ദിവസവും സമ്മേളന സ്ഥലത്ത് തങ്ങൾ ക്യാമ്പ് ചെയ്തു. സമാപന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ടവർ ജനറൽ ബോഡി അന്ന് നടന്നിരുന്നു, അതിൽ സംബന്ധിച്ചു. അന്നത്തെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളായിരുന്നു. ആ ഉദ്ഘാടന പ്രസംഗത്തിൽ തങ്ങളുടെ പ്രസംഗം അത് കേട്ട ആളെയും ചിന്തിക്കുന്ന പ്രഭാഷണമായിരുന്നു. ആ പ്രഭാഷണം കേട്ടാൽ മനസ്സിലാകും ഇതൊരു വിടവാങ്ങൽ പ്രസംഗമാണോ എന്ന്. അത്രമാത്രം ഈ ഉമ്മത്തിന് ആവശ്യമായ എല്ലാ മേഖലകളിലും കാര്യമാത്ര പ്രസക്തമായ ഉപദേശമായിരുന്നു ആ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ടവർ നൽകിയത് എന്ന് കാണാം. 1323 ദുൽഹിജ്ജ 25 കൊയിലാനിച്ച ബഹുമാനപ്പെട്ടവർ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരയിലെ 37ാമത്തെ കണ്ണിയായ സയ്യിദ് അബ്ദുൽ ഖാദർ ബാഫഖി എന്ന് പറയുമ്പോൾ ആ വംശപരമ്പര ബാഫഖീഹ് അലവി അലവി എന്ന് പറയുന്നത് പോലെ ബാഫഖി നമ്മൾ നിർത്തുമെങ്കിലും അതിന്റെ ഒറിജിനൽ ബാഫഖീഹ് എന്നാണ്. കാരണം ഇവരുടെ മുൻ പരമ്പരയിൽ വലിയ മഹാനായൊരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം യമനിലെ ഹദറുമൗത്തിൽ ആ പണ്ഡിതനെ ജനങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം കാരണം അൽ ഫഖീഹ് എന്ന് വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയാണ് പിന്നീട് ബാഫഖീഹ്. ആ പരമ്പരയിലാണ് ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങളുള്ളത്. 1390 ദുൽഹിജ്ജ അഥവാ 1973 ജനുവരി 19-ാം തീയതി വെള്ളിയാഴ്ച രാവിൽ പരിശുദ്ധ മക്കയിൽ വെച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ വഫാത്തായി. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ തൊട്ടുചാരെ മക്കയിലെ വലിയ പണ്ഡിതനായിരുന്ന സയ്യിദ് അലവി മാലിക്കി റഹ്മത്തുള്ളാഹി അലൈഹി
അദ്ദേഹത്തിന്റെ ഖബറിന്റെ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അല്ലാഹുവിന്റെ ദറജ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. ആ മഹാമനുഷ്യൻ ഈ സമുദായത്തിന് വേണ്ടി വെറും ആത്മീയമായിട്ട് മാത്രമല്ല നമ്മളൊക്കെ ജീവിക്കേണ്ടത് രാഷ്ട്രീയ ബോധത്തിലൂടെയാണ്, സാമുദായിക പ്രതിബദ്ധതയിലൂടെയാണ്, കൂടെ ആത്മീയ ബോധത്തിലാണ് എന്ന് നിറഞ്ഞ വെളിച്ചത്തിൽ, പകൽ വെളിച്ചത്തിൽ ജീവിച്ച് കാണിച്ചു തന്ന മഹിയാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. അല്ലാഹുവിന്റെ ദറജ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്മിനീങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ നൂറൻ ഫീ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ ഈമാനിന്റെ പ്രകാശമുണ്ടാകുമെന്നാണ്. 2 ളിയാഅൻ ഫീ വജ്ഹിഹി, അവന്റെ മുഖത്ത് ഈമാനിന്റെ കാണാൻ പറ്റുമെന്നാണ്. 3 സഅതൻ ഫീ റിസ്ഖിഹി, അവന്റെ ഭക്ഷണത്തിൽ വിശാലതയുണ്ടായിരിക്കുമെന്നാണ്. മാത്രമല്ല 4ാമതായി വമഹബ്ബതൻ ഫീ ഖുലൂബിന്നാസ്, ജനങ്ങളുടെ ഹൃദയത്തിൽ ആ വ്യക്തിക്ക് വല്ലാത്തൊരു സ്നേഹവും ഉണ്ടായിരിക്കുമെന്നാണ്. നമ്മൾ പഠിക്കേണ്ടത് ഇത് 4മാണ്. നമ്മളുടെ ഹൃദയത്തിൽ ഈമാന്റെ നൂറ് വേണം. 2 പ്രസരണം ഈ മുഖത്ത് വെളിച്ചമായി പ്രഭയായി ചൊരിഞ്ഞു നിൽക്കണം. എന്നാൽ 3ാമത്തത് ആരെങ്കിലും മുന്നിൽ കൈനീട്ടവേണ്ടവരല്ല. സഅതൻ ഫിർ റിസ്ഖി, ഭക്ഷണത്തിൽ വിശാലതയുണ്ടായിരിക്കണം. 4 ജനങ്ങളുടെ മനസ്സിൽ സ്നേഹമുണ്ടായിരിക്കണം. ഇതാണ് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിൽ നിന്ന് കിട്ടേണ്ടത്, നമ്മൾ നേടിയെടുക്കേണ്ടത്, നമ്മൾ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിരന്തരം പഠിക്കുകയും മക്കൾക്ക്, പേരക്കുട്ടികൾക്ക്, അനന്തര തലമുറകൾക്ക് കൊടുക്കുകയും ചെയ്യേണ്ട മഹാമനുഷ്യനാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി. അല്ലാഹുവിന്റെ ദറജ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ ഹംദൻ യുവാഫി നിഅമഹു യുകാഫി മസീദാ യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക വഅളീമി സുൽത്താനിക സുബ്ഹാനക ലാ നുഹ്സി സനാഅൻ അലൈക അൻത കമാ അത്നൈത അലാ നഫ്സിക ഫലക്കൽ ഹംദു ഹത്താ തർള. اللهم صل على سيدنا محمد وعلى آلنا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبرمات. اللهم ثبتنا بمعظ فضلك وجودك وكرمك على ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة النبي سيدنا محمد صلى الله عليه وسلم ثم إلى حضرات آبائه وإخوانه من الأنبياء والمرسلين جميع الصحابة والتابعين وأهل بيت طيبين الطاهرين ثم إلى حضرات جميع الأنبياء الأولياء والعلماء الشهداء والزهداء الصديقين والصالحين ثم إلى حضرات أولياء الله تعالى من مشارق الأرض إلى مغاربها صغيرا وكبيرا ذكرا وأنثى كلهم أجمعين ثم إلى حضرات آبائنا وأمهاتنا وإخواننا وأخواتنا وجدنا وجداتنا وعمنا وعماتنا وخالنا وخالاتنا كلهم العالمين. اللهم علي درجاتهم بالجنة. اللهم افض علينا من فيوضاتهم وامدنا بمددهم واشرنا في زمرتهم يا رب العالمين. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته ووردنا حوض المورود سرنا تحت ظل لوائه المعقود. اللهم يسر عسيرنا وسهل أمورنا وعسل مرادنا وقض حاجة واشف أمراضنا يا رب العالمين. اللهم بارك لنا في جميع أمورنا بركة دامة كما باركت على عبادك الصالحين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم الأموات
إنك مجيب الدعوات يا قاضي الحاجات اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا من الخاسرين അർഹമുറാഹിമായ തമ്പുരാനെ ഞങ്ങളുടെ ഈ മജ്ലിസിനെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഓതിയായിരിക്കുന്ന ഫാത്തിഹ ഇഖ്ലാസ് മുഅത്തിനി യാസി മുഅത്തിനി സൂറത്തുകളിൽ സ്വീകരിക്കണേ. അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാന്. അതിൻ്റെ തവാബിൻ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവിടുത്തെ തിരുനോട്ടവും ബറക്കത്തും ഞങ്ങൾക്ക് നൽകണേ റഹ്മാന്. അവിടുത്തെ സഫാത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാൻ. കഴിഞ്ഞ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാദാക്കൾ, സാലിഹ്യങ്ങൾ, അഹ്ലി വൈദ്യങ്ങൾ എല്ലാവരുടെയും ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരെ ദർജനി ഉയർത്തി കൊടുക്കണേ റഹ്മാന്. ഇവിടെ തിരുനാട്ടും ബറക്കത്തും കാവലും ഞങ്ങൾക്ക് നൽകണേ റഹ്മാന്. പ്രത്യേകിച്ച് വഫാത്തായ വാഫയ്ക്ക് തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരെ ദർജനി ഉയർത്തി കൊടുക്കണേ റഹ്മാന്. അവിടെ തിരുനോട്ടവും ബറക്കത്തും ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാന്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ജ്യേഷ്ഠന്മാർ, സഹോദര സഹോദരിമാർ ആരൊക്കെയുണ്ടോ അവരെല്ലാവരുടെയും ഖബറിലേക്ക് ഇതിൻ്റെ തവാവിനെത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരെല്ലാവരുടെയും ഖബർ ഈതൻറാത്തിലും സന്തോഷത്തിലും ആക്കണേ അല്ലാഹ്. ഖബറുകളെ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കണേ റഹ്മാന്. അവരെ ഞങ്ങളെയും നബീബായ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ. ദുനിയാവിലും പരലോകത്തും ഞങ്ങൾക്ക് നീ ഖൈറ് നൽകണേ അല്ലാഹ്. ഇബാദത്തിനെയും ഇൽമിനെയും ദീർഘായുസ്സിനെയും ആരോഗ്യത്തെയും ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ച് കാണേ റഹ്മാന്. അപകട മരണത്തെ തൊട്ടും പെട്ടെന്നുള്ളതായ മരണത്തെ തൊട്ടും മാറാവ്യാധി രോഗങ്ങളെ തൊട്ടും ഞങ്ങളെയും കുടുംബങ്ങളെയും ബന്ധപ്പെട്ടവരും നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. ജീവിക്കുന്ന കാലത്തോളം എൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മരിക്കുന്ന സമയം കാമിലായ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിക്കണം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാൻ. സമ്പത്തിലും സന്താനങ്ങളിലും ജോലിയെല്ലാം നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. എല്ലാ ഹലാലായ മുറാദുകളെയും അസലാക്കി തരണമേ റഹ്മാന്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا للذين آمنوا ربنا إنك رحيم اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر لنا وارحمنا ولوالدينا ولجميع أمة محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين آمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, നല്ല രീതിയിൽ നമ്മുടെ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിന് നേതൃത്വം നൽകിയിരുന്ന ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ അനുസ്മരിച്ച കാരണത്താൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ദോഷങ്ങൾക്ക് പുറത്തു തരുമാറാവട്ടെ. നാളെ ആഖിറത്തിൽ സ്വർഗീയ ലോകത്ത് ബാഫക്കി തങ്ങളോടൊപ്പം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ജിവാറിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നിൽ അർപ്പിതമായ വിഷയം നമ്മുടെ ഈ പരിപാടിക്ക് സംഗമിച്ച മുഴുവൻ ആളുകൾക്കും നന്ദി പറയുക എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ഈ പരിപാടിയിൽ അധിസ്ഥാനം അലങ്കരിച്ച റേഞ്ച് സ്വദേശി റേഞ്ചിൻ്റെ ചെയർമാൻ ഹുസൈൻ കോയ തങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ പരിപാടിയിൽ സ്വാഗതം അവതരിപ്പിച്ച നമ്മുടെ അബ്ദുറഹ്മാൻ ഹാജി, ഉദ്ഘാടനം നിർവഹിച്ച സയ്യിദ് എസ് കെ തങ്ങൾ, അതുപോലെ തന്നെ ഉപേക്ഷിതരായ ഹൈദർ ഹാജി, നമ്മുടെ റേഞ്ച് ഭാരവാഹികളായ നേതാക്കന്മാർ, അതുപോലെ തന്നെ നമ്മുടെ ഈ സദസ്സിൽ സംഗമിച്ച ഓരോ മദ്രസയുടെയും പരിധിയിൽ നിന്ന് എത്തിച്ചേർന്ന മദ്രസ ഭാരവാഹികൾ, മാനേജ്മെൻറ്റ് കമ്മിറ്റി ഭാരവാഹികൾ, കാരണവന്മാർ, സ്വദേശി റേഞ്ചിയിലെ ഉസ്താദുമാർ, എല്ലാവർക്കും എൻ്റെയും ഈ സംഘടനയുടെ പേരെയും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്
3 സലാത്തോടുകൂടെ ഈ പരിപാടി അവസാനിപ്പിച്ച് അറിയിക്കുന്നു. സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം, സല്ലി അലാ ജമീൽ നബിയ്യ.